നമസ്കാരം. ശ്രീകൃഷ്ണചരിതം മണിപ്രവാളത്തിലെ 1, 2, 3 സർഗങ്ങൾ നമ്മൾ വായിച്ച് അർത്ഥം പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് തൊട്ട് 4-ാമത്തെ സർഗം ചൊല്ലാം. അപ്പോൾ 3-ാമത്തെ സർഗത്തിലെ ഭഗവാന്റെ ബാലലീലകളും ഒക്കെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞു. ഇനി അവിടുന്ന് അങ്ങോട്ടുള്ളത് നന്ദഗോപരുടെ ഉള്ളിലുള്ള പേടിയും പിന്നെ ഭഗവാനെയും കൊണ്ടുള്ള യാത്രയാണ്. സ്ഥലം മാറി പോകുന്നതാണ് ചതുർത്ഥ സർഗത്തിൽ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കളവേണൂരവകളായ നീല കമലാ ചുംബനലംബടോതിരമ്യ അളിപോദൈവാരവിന്ദൻ മധ്യേ രമതാമഹ്യതി ദേവകീ കിശോര. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ചതുർത്ഥ സർഗം 1-ാമത്തെ ശ്ലോകം. തദനന്തരമത്ര ഗോഷ്ടദേശേ പദമെന്നുള്ളതു സൗഖ്യമല്ല മേലിൽ അശുഭങ്ങളനേകമുണ്ടു കാൺമാനിതി ചിന്തിച്ചു തുടങ്ങി നന്ദഗോപൻ. അതായത് ഈ ഒരു ഇതിന് ശേഷം ഭഗവാനെ ഇങ്ങനെ പൂതന കൊല്ലാൻ വന്നു, ശകടാസുരൻ വന്നു, പിന്നെ തൃണാവർത്തൻ വന്നു. അങ്ങനെ ഓരോ ഇതിൽ നിന്നും ഇങ്ങനെ ഭഗവാനെ രക്ഷിച്ചെടുത്തിട്ട് നന്ദഗോപർക്ക് പേടിയായി. ഇനി ഇവിടെ ഇരിക്കുന്നത് സുരക്ഷിതമല്ല, അതുകൊണ്ട് ഇവിടെ നിന്ന് സുഖമായിട്ട് എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റുന്ന സ്ഥലം അന്വേഷിച്ച് പോകണം, ഇവിടെ അശുഭങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നന്ദഗോപർ ചിന്തിച്ചു തുടങ്ങി. ഉപനന്ദനായ ഗോപനപ്പോൾ ഉപഗമ്യോദമുവാച നന്ദനോടായി. ശുഭമായൊരു ദേശമുണ്ടു പോലും സുഭകം തത്ര നമുക്കു വാസയോഗ്യം. അപ്പോൾ കൂടെയുണ്ടായിരുന്ന ഒരു ഉപനന്ദഗോപൻ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ഉപനന്ദനൻ സമീപിച്ച് നന്ദഗോപരോട് പറഞ്ഞു, വസിക്കുവാൻ പറ്റുന്ന സുന്ദരവും ശുഭവുമായ ഒരു പ്രദേശമുണ്ട്, നമുക്ക് അവിടേക്ക് പോകാം. നനു നല്ലൊരു ഭാഗമുണ്ടു വൃന്ദാവനമെന്നിങ്ങനെ മംഗലസ്ഥലം പോൽ ഘനമാർഗമതിക്രമിച്ചു ഗോവർദ്ധന ശൈലം പുനരെത്രയും മനോജ്ഞം. വൃന്ദാവനം എന്നിങ്ങനെ നല്ലൊരു പ്രദേശം ഉണ്ട്, മംഗളകരമായ പ്രദേശമാണത്രേ അത്. അവിടെ മേഘമാർഗത്തെ അതിക്രമിച്ചു നിൽക്കുന്ന ഗോവർദ്ധന പർവ്വതം എത്രയോ മനോഹരമായിട്ടുള്ളതാണ് എന്ന് പറയുക. യമുനാ പുളിനം മനോഭിരാമം രമണീയം കില സന്തതം വസിപ്പാൻ മമ പക്ഷമിനി ഗമിക്കുന്നല്ലോ സമമെല്ലാവരും ഇത്തമങ്ങുറച്ചാർ. അവിടെ യമുനാ നദിയുടെ മണൽത്തിട്ട മനോഹരമത്രേ പ്രദേശം. ആ പ്രദേശം താമസിക്കുവാൻ സുന്ദരമായിട്ടുള്ളതാണ്. ഇവിടെ നിന്നും നമുക്ക് അവിടേക്ക് പോകാം, എൻ്റെ കൂടെ എല്ലാവരും പോന്നോളിൻ എന്നാണ് പറയുന്നത്. അതു നേരമശേഷവല്ലവന്മാരതിമോദേന തുനിഞ്ഞു കോപ്പുകൂട്ടി ശകടങ്ങൾ കരേറി മോദമോടെ വികടാഘോഷമിയന്നു യാത്രയായി. ഇത് കേട്ട് ഉണ്ടായിരുന്ന എല്ലാ ഗോപന്മാരും അതിയായ സന്തോഷത്തോടുകൂടി വണ്ടികളിൽ കയറി ഘോഷയാത്രയായിട്ട് അവിടെ നിന്ന് പോയി. പശുപാലക ബാലവൃദ്ധരെല്ലാം പശുവൃന്ദങ്ങളും അമ്പുജാക്ഷിമാരും കൃശഗാത്രി യശോദ നന്ദഗോപൻ വൃഷമെല്ലവരുമൊത്തു തത്ര ചെന്നാർ. ഗോപന്മാരും ഗോപബാലന്മാരും ഗോപവൃദ്ധന്മാരും
ഗോപസുന്ദരിമാരും കൃശഗാത്രിയായ യശോദയും നന്ദഗോപരും എല്ലാവരും ഒത്തുചേർന്ന് അവിടേക്ക് യാത്രയായി. യമുനാതടകാനനെ മനോജ്ഞെ ഭവനം തീർത്തു വസിച്ചു വല്ലവന്മാർ. അവനീതലമെങ്ങുമിത്ര നന്നല്ലതിവാസോചിതമെന്നവർക്കു തോന്നി. മനോഹരമായിട്ടുള്ള യമുനാ നദിയുടെ തീരത്ത് ഉള്ള കാട്ടിൽ അവർ വീടുകളെല്ലാം നിർമ്മിച്ച് അവിടെ താമസം തുടങ്ങി. നല്ലതായിട്ട് നല്ല നല്ല ഭൂഭാഗം എങ്ങുമില്ലെന്ന്, ഇതുപോലെ ഒരു ഭൂഭാഗം എങ്ങുമില്ലെന്ന് അവർക്ക് തോന്നി. ഒരു നാളത രാമകേശവന്മാർ ഒരു കൂട്ടം പശുപാലബാലരോടെ തരസാ പശുജാലപാലനാർത്ഥം പരിതോഷേണ ഗമിച്ചു കാനനാന്തേ. ഒരു ദിവസം രാമകൃഷ്ണന്മാർ ഒരു കൂട്ടം ഗോപബാലന്മാരോടുകൂടി പശുക്കൂട്ടത്തെ മേയ്ക്കുവാനായി വേഗത്തിൽ സന്തോഷത്തോടുകൂടി കാടിൻ്റെ മധ്യത്തിലേക്ക് പോയി. കരസീമനി കങ്കണങ്ങൾ ചേർത്തങ്ങരയിൽ കിങ്കിണിയും നിറച്ചു ചാർത്തി. പിരികൂന്തലു പീലി കോർത്തു കെട്ടി പരിചൊടങ്ങെഴുന്നള്ളി ഗോപബാലൻ. കൈകളിൽ നിറയെ സ്വർണ്ണ വളകളും അരയിൽ നിറച്ച് സ്വർണ്ണ കിങ്കിണികളും കെട്ടി, സ്വർണ്ണത്തളകളും കെട്ടി, മനോഹരമായ മുടി പീലി കോർത്തു കെട്ടി ശ്രീകൃഷ്ണൻ ചന്തത്തിൽ എഴുന്നള്ളി. തളയും വളയും കിലുക്കി മെല്ലെ കളവേണുസ്വനവും മുഴക്കി മന്ദം കളിപുഞ്ചിരി കൺവിലാസമോടെ കളഗോപാലക ബാലകൻ നടന്നാൻ. മെല്ലെ മെല്ലെ തളയും വളയുമെല്ലാം കിലുക്കി പതുക്കെ അവ്യക്തമാകും വണ്ണം വേണുനാദം മുഴക്കി മന്ദസ്മിതം തൂകി ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കണ്ട് നോക്കി നടന്ന് ഇങ്ങനെ ഭഗവാൻ അവിടെ ഇങ്ങനെ നടന്ന് കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇവിടെ വെച്ച് നിർത്താം. നാളെ 11ാമത്തെ ശ്ലോകം തൊട്ട് ചൊല്ലാം. എല്ലാവരും മണിപ്രവാളം കേൾക്കുക. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.